യേശുവേ സ്തോത്രം സ്തോത്രം സ്തോത്രം. ദൈവത്തിന് മുഖത്തും ദൈവത്തിന് മുഖത്തും ദൈവത്തിന് മുഖത്തും നന്ദിയുടെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം സ്തോത്രം സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നല്ല പ്രഭാതത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തെ ദാനമായി തന്നതിന് ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഒരു ദിവസം കൂടെ ലൈവിൽ കടന്നു വന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് പ്രിയ ദൈവമക്കളുടെ മധ്യത്തിലായിരിക്കാം സർവശക്തനായ ദൈവമായിട്ട് ജീവിതത്തിൽ ഒരുക്കി തന്ന അവസരത്തിനായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ദിനരാത്രി നാം ആയിരുന്നിടത്തൊക്കെയും നമ്മെ കാത്തു പരിപാലിച്ച ദൈവത്തിന്റെ കൃപയ്ക്കായി, ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായിട്ട്, ദൈവത്തിന്റെ കരുതനായിട്ട് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. അന്ന് നിമിഷവും നമ്മെ നടത്തി പരിപാലിക്കുന്ന എല്ലാ ദൈവത്തിന്റെ പദ്ധതികൾക്കായിട്ട്, ദൈവത്തിന്റെ പരിപാലനത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കാം. നാം ക്ഷീണിക്കുമ്പോൾ, നാം തളരുമ്പോൾ ഉള്ളിൽ ബലം തന്ന് നമ്മെ ജയത്തോടെ നടത്തുന്ന ദൈവത്തിന്റെ കൃപ. ഹല്ലേലൂയ. നമ്മുടെ കഴിവല്ല, നമ്മുടെ മിടുക്കല്ല, ദൈവം തമ്പുരാന്റെ കൃപ മാത്രമായിരിക്കുക. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പൽക്കാലം ആ സർവശക്തനായ ദൈവത്തിന്റെ ചിറകിന്റെ മറവിൽ നമുക്ക് അഭയം പ്രാപിപ്പാം. സ്വർഗത്തിലെ ദൈവം നമ്മെ നടത്തുവാനായിട്ട് ഇടയായിത്തീരും. ആമേൻ. തിരുവചന ചിന്തയിലേക്ക് നമുക്ക് കടന്നു വരാം. സ്തോത്രം. നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമന്ന് നന്മകൾ നൽകുന്ന ദൈവം. ആമേൻ. സ്തോത്രം. നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന ഒരു കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. പ്രിയ ദൈവ പൈതലെ, ഈ പൽക്കാലത്തിന്റെ ആരംഭത്തിൽ ചില വിഷയം കൂടെ അകത്ത് എന്ത് ചെയ്യണമെന്നറിയാതെ ചില ഭാരങ്ങൾ വളരെയധികം അലട്ടുന്നുണ്ടായിരിക്കാം. പക്ഷേ ഈ പൽക്കാലത്തിന്റെ ആരംഭത്തിൽ ഞാൻ പറയട്ടെ, നാം ഭാരം ചുമന്ന് നടക്കുവാനല്ല കർത്താവ് നമ്മെ വിളിച്ചത്. നമ്മുടെ ഭാരത്തെ ചുമന്ന ഒരു കർത്താവുണ്ട്. ആ കർത്താവിന്റെ മേൽ നമ്മുടെ ഭാരത്തെ വച്ചുകൊള്ളുക. സ്തോത്രം. ഹല്ലേലൂയ. നാം ഫ്രീ ആകുവാനായിട്ട് ഇടയായിത്തീരുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി തക്ക സമയത്ത് നമ്മുടെ ജീവിതത്തെ വെളിപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. നാം ഭാരപ്പെടുന്നത് കൊണ്ടോ, നാം ഭാരം ചുമക്കുന്നത് കൊണ്ടോ നമുക്കൊന്നും ചെയ്യുവാൻ കഴിയില്ല. പക്ഷേ നമ്മുടെ ഭാരങ്ങളെ ഇറക്കി വയ്ക്കുവാൻ നമുക്കൊരു കർത്താവുണ്ട്. സ്തോത്ര. അനേകം പേർക്ക് തങ്ങളുടെ ഭാരങ്ങളെ ഇറക്കി വയ്ക്കുവാൻ ആരുമില്ലാതിരിക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും യേശു കർത്താവിന്റെ മേൽ ഭാരത്തെ ചുമക്കുവാൻ നമുക്കൊരവസരം ഉണ്ട്. സ്തോത്ര. അങ്ങനെയൊക്കെ ആ കർത്താവിന്റെ മേൽ ഇന്ന് ഏത് വിഷയത്തിനകത്താണോ നിങ്ങൾ ഭാരപ്പെടുന്നത്, നിങ്ങളെ വേദനിപ്പിക്കുന്നത്, നിങ്ങളെ ആകുലപ്പെടുത്തുന്നത്, ആ വിഷയത്തെ ഇന്ന് കർത്താവിന്റെ മേൽ വച്ചുകൊള്ളുക. സ്തോത്ര. അതിനകത്ത് ആശ്വാസം നൽകുന്ന, അതിനകത്ത് വിടുതൽ തരുന്ന, അതിനകത്ത് നന്മ നൽകുന്ന കർത്താവിന്റെ കര നമുക്ക് വേണ്ടി ചലിക്കുവാനായിട്ട് ഇടയായിത്തീരാം. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 68 അധ്യായം അതിന്റെ 19 വാക്യത്തിൽ ഇപ്രകാരം കാണുവാൻ സാധിക്കും. നമ്മുടെ രക്ഷയാക്കുന്ന ദൈവമായി നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെട്ടവൻ. ആമേൻ. സ്തോത്ര. ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ രക്ഷയാകുന്ന ദൈവമായി. സ്തോത്രം. അപ്പൊ നമ്മെ രക്ഷിക്കുന്ന ഒരു ദൈവമായാണ് നമ്മുടെ കൂടെ ഉള്ളത്. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും പറയുന്നത് പോലെ നമ്മുടെ ഏത് വിഷയത്തിൽ നിന്ന് നമ്മെ രക്ഷിപ്പാൻ കഴിയുന്ന, നമ്മെ വിടിവിപ്പാൻ കഴിയുന്ന ഒരു സർവശക്തനായ ദൈവം എനിക്കും നിങ്ങൾക്കും ഉണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അതാണ് നമ്മുടെ ധൈര്യം, അതാണ് നമ്മുടെ ബലം എന്ന് പറയുന്നത്. ആ ദൈവമായി എന്ത് ചെയ്യുന്നുണ്ട്? നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇവിടെ ദൈവത്തെ വാഴ്ത്തുന്ന ഒരു അനുഭവത്തെ കാണിച്ചിരിക്കുന്നു. അപ്പൊ ഏതെങ്കിലും ഒരു ദിവസത്തെ ഭാരത്തെ ചുമക്കാമെന്നല്ല. നമുക്കറിയാം, നമ്മുടെ യാത്രയുടെ മധ്യത്തിൽ നാം ആരോടെങ്കിലും നമ്മുടെ ഭാരത്തെ ഒന്ന് പറയുവാനായിട്ട് ഇടയായി തീർന്ന, നാം പറഞ്ഞു തീർക്കുന്നതിന് മുമ്പായിട്ട് അവരുടെ മേൽ കിടക്കുന്ന ഭാരത്തെ അവർ നമ്മോട് പറയുവാനായിട്ട് ഇടയത്തരും. നമുക്ക് പരസ്പരം എന്ത് ചെയ്യുന്നു? അങ്ങോട്ടും ഇങ്ങോട്ടും പറയുവാൻ ഒത്തിരി ഭാരങ്ങളെ കാണും. പക്ഷെ ഈ പകൽക്കാലത്ത് യേശു കർത്താവിന് പറയാനായിട്ടുള്ള, കർത്താവിന് നമ്മോട് ഭാരം പറയാനല്ല ഉള്ളത്, നമ്മുടെ ഭാരത്തെ കേൾക്കുവാൻ, നമ്മുടെ ഭാരത്തെ വഹിക്കുവാൻ, ആ ഭാരത്തിൽ നിന്ന് നമ്മെ സ്വതന്ത്രമാക്കുവാൻ കഴിയുന്ന യേശു കർത്താവ് വാഴ്ത്തപ്പെട്ടവൻ എന്ന് പറയുന്നു. അങ്ങനെയൊക്കെ എനിക്കും നിങ്ങൾക്കും ധൈര്യപ്പെടുവാൻ കഴിയണം. നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന ഒരു യേശു കർത്താവ്. ഹല്ലേലൂയ. ഒരു ദിവസവും 2 ദിവസവും നാൾതോറും നമ്മുടെ ജീവിതത്തിൽ ഭാരം കടന്നു വരാം. നമ്മയെക്കുറിച്ച്, നമ്മുടെ കുടുംബത്തെക്കുറിച്ച്, നമ്മുടെ തലമുറയെക്കുറിച്ച്, നാളെ എന്തായിത്തീരും, ഇങ്ങനെയുള്ള പലവിധ ഭാരങ്ങൾ നാം പോലും അറിയാതെ ഉള്ളിന്റെ ഉള്ളിൽ ഒത്തിരി കടന്നു വരുമ്പോ ഇവിടെ വചനത്തിൽ കാണുവാൻ സാധിക്കുന്നു, നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയ ദൈവമക്കളെ, നമുക്കൊരു ധൈര്യം ഉണ്ടായിരിക്കണം. നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന ഒരു യേശു കർത്താവ് നമ്മോട് കൂടെ ഉണ്ട് എന്ന്. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് സങ്കീർത്തനം 65 സങ്കീർത്തനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, നിന്റെ
ഭാരം യഹോവയുടെ മേൽ വച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാൾ സമ്മതിക്കത്തില്ല. സ്തോത്രം. പ്രിയ ദൈവ പൈതലെ, ഈ പകൽക്കാലം സ്തോത്ര നമ്മുടെ ഭാരത്തെ ആ യഹോവയുടെ മേൽ വച്ചുകൊള്ളുവാൻ നമുക്ക് കഴിയണം. സ്തോത്ര. പലപ്പോഴും നമ്മൾ ചെയ്യുന്ന കാര്യമാണ്, നമ്മുടെ ഭാരം നാം മറ്റുള്ളവരെ ഏൽപ്പിക്കാതെ നാം തന്നെ ചുമക്കുന്നത് കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നു, അത് അതികഠിനമായി തീരുന്നത്. പക്ഷേ ആരുടെയെങ്കിലും മേൽ വച്ചു കൊള്ളുകാനല്ല ഇവിടെ വചനത്തിൽ കാണുവാൻ സാധിക്കുന്നു. നിന്റെ ഭാരം യഹോവയുടെ മേൽ വച്ചു കൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നമ്മെ പുലർത്തുവാൻ കഴിയുന്ന ഹല്ലേലൂയ ഒരു സർവശക്തനായ ദൈവം ഉണ്ട്. നമ്മെ നടത്തുവാൻ കഴിയുന്ന, നമ്മുടെ ഭാരപ്പെടുന്ന വിഷയത്തിനകത്തുനിന്ന് നമ്മെ വിടുവിപ്പാൻ കഴിയുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ആ യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക എന്ന് ഇവിടെ വചനത്തിൽ കാണുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, ഈ പകൽക്കാലം നീ ഭാരം ചുമന്ന് നടക്കുവാനല്ല കർത്താവ് നിന്നെ വിളിച്ചത്. നീ ഭാരം ഒഴിഞ്ഞവനായിട്ട് നീ ഫ്രീ ആയിട്ട് ഇരിക്കുവാനത്രേ കർത്താവ് വിളിച്ചത്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് ഗലാത്യർക്ക് ലേഖനം എഴുതിയപ്പോൾ പറഞ്ഞത്, സ്വതന്ത്രത്തിനായിട്ട് ക്രിസ്തു നിന്നെ സ്വതന്ത്രനാക്കിയേ, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പേ, അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. പലവിധ ഭാരങ്ങൾ നമ്മുടെ ഉള്ളിനകത്ത് കൊണ്ടിട്ട് നമ്മെ ആകുലപ്പെടുത്തുവാൻ, വീണ്ടും അടിമത്വത്തിലേക്ക് കൊണ്ടുപോകുവാൻ ശത്രു ഓരോ പദ്ധതികൾ കൊണ്ടുവരുമ്പോ, പ്രിയ ദൈവമക്കളെ, നമുക്കൊരു ഉറപ്പുണ്ടായിരിക്കണം, എന്റെ ഭാരത്തെ ചുമന്നൊരു കർത്താവുണ്ട്. ഞാൻ പലവിധ ഭാരവും ചുമന്ന് നടക്കുവാനല്ല. അല്ലെങ്കിൽ നാം എന്ത് ചെയ്യണം, നമ്മെ അറിയിച്ചതായ സത്യത്തെ നാം ഉറച്ച് നിൽക്കുവാനായിട്ടിടയെ തീർന്ന എന്റെ വിഷയത്തിന് പരിഹാരം തരുന്ന ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ. ആ ഗത്സമനെ തോട്ടത്തിലേക്ക് നോക്കുമ്പോ, ഗത്സമന മുതൽ കാൽവരി വരെ നമുക്ക് ഗോൽഗോത്ത വരെ നോക്കുമ്പോ, നമ്മുടെ ഭാരത്തെ ചുമന്നുകൊണ്ടാണ് കർത്താവ് ക്രൂശിമേ കയറുവാനായിട്ടിടയായി തീർന്നത്. നമ്മുടെ പാപഭാരത്തെ, നമ്മുടെ രോഗത്തെ, നമ്മുടെ ശാപത്തെ ഒക്കെയ എന്റെ യേശു കർത്താവ് കാൽവരി ക്രൂശി വഹിക്കുവാനായിട്ടിടയായി തീർന്നു, ചുമക്കുവാനായിട്ടിടയായി തീർന്നു. പ്രിയ ദൈവമക്കളെ, വീണ്ടും ഞാനും നിങ്ങൾ ഭാരം ചുമക്കാതിരിക്കേണ്ടതിന് പാപം അറിയാത്തവനെ പാപമാക്കി തീർത്തു. ഹല്ലേലൂയ. രോഗം അറിയാതെ രോഗമില്ലാത്തവനെ രോഗിയാക്കി മാറ്റുവാനായിട്ടിടയായി തീർന്നത്. നാം അനുഭവിക്കുന്ന പാപത്തിൽ നിന്ന് ഒരു വിടുതലിന് വേണ്ടി, നാം അനുഭവിച്ച രോഗത്തിൽ നിന്ന് ഒരു വിടുതലിന് വേണ്ടി ഓൾറെഡി കർത്താവ് അതിന് വില കൊടുത്തു. സ്തോത്രം. ഈ ഒരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. സ്തോത്രം. നമുക്കൊരു ഷോപ്പിൽ കടന്നു പോകുമ്പോൾ നമുക്കറിയാം, നാം എന്തെങ്കിലും ഒരു സാധനം വാങ്ങിക്കുവാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ അതിന് ഒരാൾ പേ ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ പേ ചെയ്യേണ്ട. അങ്ങനെയൊക്കെ നമ്മുടെ സകല വിഷയത്തെ അല്ലെങ്കിൽ നമ്മുടെ ഭാരത്തെ ഓൾറെഡി കർത്താവ് ചുമന്നു ജയിക്കുവാനായിട്ട് ഇടയായി തീർന്നുവെക്ക് വീണ്ടും ചില ഭാരങ്ങൾ നമ്മുടെ മേൽ കൊണ്ടിട്ടിട്ട് ഹല്ലേലൂയ നമ്മെ തകർത്തു കളയുവാൻ നോക്കുമ്പോൾ, നമ്മെ അതിനകത്ത് ആകുലപ്പെടുത്തുക, നമ്മെ അതിനകത്ത് ചിന്താകുലരാക്കി തീർത്ത് നിരാശപ്പെടുത്തുവാൻ നോക്കുമ്പോ, പ്രിയ ദൈവമക്കളെ, ഞാൻ നിങ്ങളെ തിരിച്ചറിഞ്ഞ് ശത്രുവിനോട് എതിർത്ത് നിന്ന് ജയം പ്രാപിപ്പാൻ നമുക്ക് കഴിയണം. ഹല്ലേലൂയ. നമ്മെ പുലർത്തുന്ന ഒരു കർത്താവ് നമ്മോട് കൂടെയുണ്ട്. ഇവിടെ വചനത്തിൽ കാണുന്നു, നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കത്തില്ല. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലെ, നീ കുലുങ്ങിപ്പോകുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ അനുവദിക്കത്തില്ല. സ്തോത്രം. മനുഷ്യൻ നമ്മെ കുലുക്കുവാൻ നോക്കിയിരിക്കാം, പക്ഷേ കർത്താവ് നമ്മെ കുലുങ്ങിപ്പോകാൻ അനുവദിക്കത്തിന്റെ. ഏത് വിഷയമായിക്കൊള്ളട്ടെ, നമുക്ക് തുറന്ന് പറയുവാൻ ഒരു പിതാവുണ്ട്. ആ കർത്താവിന്റെ മുമ്പിൽ നമ്മുടെ വിഷയത്തെ ഇറക്കി വെക്കാം. അപ്പൊ ഞാൻ ഇന്ന വിഷയത്തിനകത്ത് ഭാരപ്പെടുന്നു, ഈ ഭാരത്തെ എന്റെ ജീവിതത്തിനകത്ത് മാറ്റിത്തരണമേ എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിന്റെ സന്നി നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാക്കുന്നുവെക്ക് ഭാരം വിട്ടവരായിട്ട് നാം എതിർന്നു പുറത്തു വരുവാനിട്ടിടയത്തില്ല. പക്ഷെ ഞാൻ ഇങ്ങനെ ഒരു കാര്യം കേൾക്കുവാനായിട്ട് ഇടയായി തീർന്നിട്ടുണ്ട്. ഒരു ട്രെയിനിൽ ഒരു യാത്ര ചെയ്യുന്ന ഒരു അമ്മച്ചിയെ, ആ അമ്മച്ചിയെ നോക്കിക്കഴിഞ്ഞപ്പോ, അമ്മച്ചി ട്രെയിനിലാണ് യാത്ര ചെയ്യുന്നത്, അമ്മച്ചിയുടെ തലയിൽ വലിയൊരു ഭാരം, ഒരു ലഗേജ് ഇരിക്കുന്നുണ്ട്. അപ്പൊ ഒരാൾ അമ്മച്ചിയോട് ചോദിക്കുവാനായിട്ട് ഇടയായി തീർന്നു, അമ്മച്ചി നിങ്ങൾ ആ ഭാരത്തെ അവിടെ ഇറക്കി വെക്കുക, നിങ്ങൾ ട്രെയിനിലല്ലേ പോകുന്നതെന്ന. അമ്മച്ചി പറഞ്ഞ ഒരു കാര്യമുണ്ട്, എന്നെ ഈ ട്രെയിൻ ചുമക്കുന്നുണ്ട്, എന്റെ ഭാരത്തെ കൂടെ ചുമക്കാൻ ഞാൻ എന്തിനാ ഏൽപ്പിച്ചു. പ്രിയതേ മക്കളെ, പലപ്പോഴും അതാ നമുക്ക് കഴിയുന്നത്. നമ്മെ ചുമക്കുന്ന ഒരു കർത്താവ് ഉള്ളപ്പോൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കും, നമ്മൾ എന്തിനാ നമ്മുടെ ഭാരത്തെ ഇറക്കും. പ്രിയതേ മക്കളെ, നമുക്ക് നമ്മുടെ ഭാരത്തെ ഇറക്കി വയ്ക്കുവാൻ നമുക്കൊരു കർത്താവ് ഉണ്ട്. സ്തോത്ര. ഓൾറെഡി ആ കർത്താവ് നമ്മുടെ ഭാരത്തെ വഹിച്ചതാണ്. സ്തോത്ര. ആ കർത്താവിന്റെ മേൽ നമ്മുടെ ഭാരത്തെ വച്ചു കൊടുക്കുവാനായിട്ട് നമുക്ക് കഴിയണം. സ്തോത്രം. ഹല്ലേലൂയ.
അവിടെയാ നമുക്ക് ജയമെടുക്കുവാനായിട്ട് കഴിയുന്നു. മത്തായി സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവേ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. സ്തോത്രം. ഇവിടെ യേശു കർത്താവ് നമ്മെ ഓരോരുത്തരെയും വിളിക്കുകയാണ്. എന്താ വിളിക്കുന്നത്? അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു ക്രിസ്തുവിന്റെ ക്ഷണത്തെയാണ് ഇവിടെ നമുക്ക് ഈ തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നത്. സ്തോത്രം. ജീവിതത്തിന്റെ കഷ്ടങ്ങളുടെയും മാനുഷികമായ വേദനയുടെയും ഭാരപ്പെട്ട് കൊണ്ടിരിക്കുമ്പോ യേശുവിന്റെ അടുക്കൽ വരുന്ന നമുക്ക് ഒരു ആശ്വാസം ലഭിക്കുവാനായിട്ടിടയത്തില്ല. നമ്മുടെ വിഷയത്തെ മനുഷ്യരുടെ ഇടയിലേക്ക് പറഞ്ഞ നമുക്ക് അവിടെ നിന്ന് സ്തോത്ര ആ ഭാരം മാറണമെന്നില്ല. നമ്മുടെ ഭാരങ്ങൾ കൂടിയെന്നിരിക്കാം, നമുക്ക് വേദനകൾ വർദ്ധിച്ചെന്നിരിക്കാം. പക്ഷേ നാം കർത്താവിന്റെ അടുക്കിലേക്ക് വന്ന് നമ്മുടെ ഭാരത്തെ ഇറക്കി വയ്ക്കുവാൻ തയ്യാറായ സ്തോത്ര അതിനകത്തുനിന്നൊരു വിടുതൽ തരുന്ന, അതിനകത്തുനിന്നൊരു സമാധാനം നൽകുന്ന, അതിനകത്ത് ആശ്വാസം തരുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. അതുകൊണ്ട് അവിടെ വചനത്തിൽ കാണുന്നത്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഇന്ന് പകൽക്കാലം ഈ ശബ്ദം കേൾക്കുമ്പോൾ പല വിഷയത്തിനകത്ത് ആകുലപ്പെട്ടും മനം കലകിയും ഭാരത്തോടെ ഇരിക്കുന്ന പ്രിയമുള്ളവരെ, ഈ പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, ഒരു അമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ ആശ്വസിപ്പിക്കുന്ന കർത്താവ് നിന്റെ അരികത്തുണ്ട്. ആ കർത്താവ് വിളിക്കുകയാണ്. നീ വിഷയത്തിനകത്ത് ആകുലപ്പെടുന്ന വ്യക്തിയായിരിക്കാം, എന്ത് ചെയ്യണമെന്നറിയാതെ ഭാരപ്പെടുന്ന വ്യക്തിയായിരിക്കാം, നിന്റെ ഭാരത്തെ ആരുടെ മേൽ ഇറക്കി വെക്കണമെന്നറിയാതെ ഈ പകൽക്കാലം നീ ആയിരിക്കുമ്പോ നിന്റെ ഭാരത്തെ ഇറക്കി വയ്ക്കുക. നിനക്കൊരു യേശു കർത്താവുണ്ട്. ആ കർത്താവ് നിന്നെ വിളിക്കുക. അധ്വാനിക്കുന്നവരെ, ഭാരം ചുമക്കുന്നവരെ, എന്റെ അടുക്കൽ വാ, ഞാൻ നിന്നെ ആശ്വസിപ്പിക്കാം. ലോകം നമുക്ക് ആശ്വാസം തരികയില്ല. നമുക്കൊരു രോഗമെന്നില്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടെന്ന് പറയുമ്പോൾ തന്നെ അവർ നമ്മെ എന്ത് ചെയ്യുന്നു? കൂടുതലായിട്ട് നമ്മെ അതിനകത്തേക്ക് വേദനിപ്പിക്കുന്ന വാക്കുകൾ പറയാം, അല്ലെങ്കിൽ ഇന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മെ ആകുലപ്പെടുത്താം. പക്ഷേ യേശുവിന്റെ അടുക്കൽ വന്നവരെ ആരെയും കർത്താവ് നിരാശയായി വിട്ടിട്ടില്ല. അവർ തിരിച്ച് ആ ഭാരവുമായിട്ട് കടന്നു പോകാൻ അനുവദിച്ചിട്ടില്ല. അങ്ങനെയൊക്കെ നിന്റെ ഭാരത്തെ ഇറക്കി വയ്ക്കുവാൻ ഒരു യേശു കർത്താവുണ്ട്. ആ യേശു കർത്താവ് ഭാരം ചുമക്കുന്ന എന്നെ നിങ്ങളെ വിളിക്കുകയാണ്. സ്തോത്രം. ആ കർത്താവിന്റെ അടുക്കൽ വാ. ഹല്ലേലൂയ. കർത്താവ് നിന്റെ ഭാരത്തെ ചുമക്കുക. കർത്താവ് നിന്നെ ആശ്വസിപ്പിക്കും. ഹല്ലേലൂയ. അടുത്ത് കാണുവാൻ സാധിക്കുന്നു, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാക്കിയ എന്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിക്കുവേ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. എന്റെ മുഖം മൃദുവും എന്റെ ചുമട് ലഘുവുമാകുന്നു. പ്രിയ ദൈവ പൈതലേ, സ്തോത്രം. ഈ പകൽക്കാലം ഹല്ലേലൂയ, ഞാൻ പറഞ്ഞല്ലോ, സ്വതന്ത്രത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രമായി. പക്ഷെ അതിന് ഉറച്ചു നിൽക്കേ വീണ്ടും ചില നുഖങ്ങൾ നമ്മുടെ മേൽ കൊണ്ടിട്ട് നമ്മെ അലട്ടുമ്പോ നമ്മുടെ വചനത്തിൽ കാണുന്നു, എന്റെ നുഖം മൃദുവും എന്റെ ചുമട് ലഘുവുമാകുന്നു. അങ്ങനെ ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഈ പകൽക്കാലം നമ്മെ ആശ്വസിപ്പിക്കുവാൻ കഴിയുന്ന, നമുക്ക് സമാധാനം നൽകുവാൻ കഴിയുന്ന, നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാൻ ഹല്ലേലൂയ നമുക്ക് ബലം തരുന്ന കർത്താവിന്റെ അടുക്കിലേക്ക് കടന്നു വന്ന് നമ്മുടെ ഭാരത്തെ ഏൽപ്പിച്ചു കൊടുക്കാം. സ്തോത്രം. അതുകൊണ്ട് ആ ദൈവത്തിന്റെ വചനത്തെ കാണുവാനായിട്ട് സാധിക്കുന്നത്, ഒന്നിനെ കുറിച്ച് വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോട് കൂടി ദൈവത്തോട് എത്രേ വേണ്ടത് എന്ന സകല ബുദ്ധിയെ കവിയുന്ന ദൈവിക സമാധാന കർത്താവ് നിങ്ങളുടെ ഹൃദയങ്ങളെ, നിലവുകളെ നിറയ്ക്കുവാനായിട്ടിടയെത്തുക. പ്രിയ ദൈവ പൈതലേ, നാം ഭാരം ചുമക്കുമ്പോ നമുക്ക് അസമാധാനം കടന്നു വരാം, നമുക്ക് സ്വസ്ഥത ഉണ്ടാകാതെ ഇരിക്കാം. പക്ഷേ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, നമ്മുടെ ഭാരത്തെ ചുമന്ന ഒരു കർത്താവുണ്ട്. ആ കർത്താവ് പറഞ്ഞു, ഒന്നിനെ കുറിച്ച് വിചാരപ്പെടണ്ട, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ വിഷയങ്ങൾ ദൈവത്തോട് അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കെല്ലാ വിഷയങ്ങളെ അറിയിക്കുവാൻ ഒരു യേശു കർത്താവുണ്ട്. ആ കർത്താവിന്റെ മുമ്പ് നിന്നെ ഭാരപ്പെടുത്തുന്ന വിഷയം എത്ര വലുതായിക്കൊള്ളട്ടെ, എത്ര ഭയാനകമായിട്ടുള്ളതാകട്ടെ, ആ കർത്താവിന്റെ കരങ്ങളിലേക്കൊന്ന് ഇറക്കി വയ്ക്കുക. സ്തോത്രം. സകല ബുദ്ധിയെയും കവിയുന്ന ഒരു ദൈവിക സമാധാനം. ഹല്ലേലൂയ. ഒന്ന് മാറുമ്പോൾ ഒന്നായിട്ട് നിന്റെ ജീവിതത്തിൽ ഭാരങ്ങൾ കടന്നു വരുന്നുണ്ടായിരിക്കാം. സ്തോത്രം. എന്ന് ഇതിനകത്തുനിന്ന് ഒരു വിമോചനം ലഭിക്കുമെന്ന് ചിന്തിക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ യേശു നിന്റെ വിമോചകന, നിന്റെ ഭാരത്തെ ചുമന്ന കർത്താവ്, നിന്നെ നന്നായി അറിയുന്ന ഒരു കർത്താവ്. സ്തോത്രം. അതാ 1 ശമൂവേലിന്റെ പുസ്തകത്തിൽ കാണുവാൻ സാധിക്കുന്ന ഹന്ന അവളുടെ
വാ കൊണ്ട് അവൾക്ക് സംസാരിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ അവളുടെ ഹൃദയത്തിന്റെ വേദന, അവളുടെ ഭാരത്തെ അറിഞ്ഞ ഒരു കർത്താവുണ്ട്. സ്തോത്ര. പ്രിയതേ മക്കളെ, നമ്മുടെ ഹൃദയത്തിന്റെ വേദനകളെയോ നൊമ്പരങ്ങളെയൊക്കെ അറിയുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. സ്തോത്ര. നീ ഏത് വിഷയത്തിനകത്താണ് ഭാരപ്പെടുന്നത്, അല്ലെങ്കിൽ നീ ഭാരപ്പെടുന്ന വിഷയത്തിന്റെ കാഠിന്യത്തെ അറിയുന്ന, നീ ഒത്തിരി പറയണ്ട, പക്ഷേ നിന്റെ ഹൃദയത്തിന്റെ ഭാരത്തെ, നിന്റെ കണ്ണുകൾ നനയുമ്പോ അതിന്റെ ഹല്ലേലൂയ വലിപ്പത്തെ അറിയുന്ന ഒരു കർത്താവ് നമ്മുടെ കൂടെയുള്ളത്. ആ കർത്താവിന് മാറി നിൽക്കുവാനായിട്ട് കഴിയത്തില്ല. ആ യേശു കർത്താവ് നിന്നെ ആശ്വസിപ്പിക്കുവാനായിട്ട് ഇടയെത്തില്ല. അധികം നാൾ നീ ആ ഭാരവും ചുമന്ന് നടക്കുവാൻ കർത്താവ് അനുവദിക്കത്തില്ല. ഹന്നയുടെ മുഖത്തെ കണ്ടതായ ദൈവ, അവിടെ ഹൃദയത്തെ കണ്ടതായ ദൈവ, അവിടെ മുഖം പിന്നെ വാടുവാനായിട്ട് ഇടയായി തീർന്നില്ല എന്ന് വചനത്തിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെക്ക് പ്രിയ ദൈവ പൈതലേ, ഈ പകൽക്കാലം നാം ഭാരവും ചുമന്ന് നടക്കാതെ, നമുക്ക് വേണ്ടി ഓൾറെഡി പാപത്തെ ചുമന്ന് അല്ലെങ്കിൽ രോഗത്തെ ചുമന്ന് വഹിച്ച ഒരു കർത്താവുണ്ട്. ആ പാപഭാരം, ഹല്ലേലൂയ, നമ്മെ അലട്ടുന്ന പാപഭാരമാണോ, സാമ്പത്തിക തകർച്ചയുടെ ഭാരമാണോ, കുടുംബജീവിതത്തെ കുറിച്ചുള്ള ഭാരമാണോ നമ്മെ അലട്ടുന്നത്? ഏത് വിഷയത്തിനും പരിഹാരം കർത്താവിന്റെ മേലുണ്ട്. സ്തോത്ര. ഹല്ലേലൂയ. ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഈ പകൽക്കാലം നമുക്കൊന്ന് വിട്ടുകൊടുക്കുവാനായിട്ട് കഴിയുമോ? സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് നമ്മെ വിളിച്ചു. ഹല്ലേലൂയ. അധ്വാനിക്കുന്നവരെ, ഭാരം ചുമക്കുന്നവളെ എന്റെ അടുക്കൽ കടന്നു വാ. ഹല്ലേലൂയ. സ്തോത്ര. നമ്മുടെ ഭാരവും ഹല്ലേലൂയ നമ്മെ തകർക്കുന്നുണ്ടായിരിക്കാം. നമുക്ക് മുന്നോട്ട് യാത്ര ചെയ്യുവാൻ കഴിയാതെ വളരെയധികം ഭാരപ്പെടുന്നുണ്ടായിരിക്കാം. നിന്റെ ഭവനത്തിനകത്ത് നീ ആയിരിക്കുമ്പോ പല വിഷയത്തിനകത്ത് നീ ഭാരപ്പെടുന്നുണ്ടായിരിക്കും. ഇന്ന് തന്നെ പല വിഷയത്തിനകത്ത് ഇതിനകത്ത് എന്തൊക്കെ വന്ന് സംഭവിക്കുമെന്നുള്ള ആകുലത നിന്നെ വളരെയധികം അലട്ടുന്നുണ്ടായിരിക്കാം. സ്തോത്രം. തലമുറയെക്കുറിച്ച് നിന്നെ വളരെയധികം ഭാരപ്പെടുത്തുന്നുണ്ടായിരിക്കാം. പക്ഷെ ഞാൻ പറയട്ടെ, നമ്മുടെ തലമുറയെക്കുറിച്ച് ചിന്തിക്കുന്നതിനേക്കാളും നമ്മുടെ തലമുറയെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ആ മത്തായി സുവിശേഷ 6-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. അതേ സ്തോത്രം, നാം ഒന്നിനാലും വിചാരപ്പെടേണ്ട. ഹല്ലേലൂയ. വിചാരപ്പെടുന്നത് കൊണ്ട് തന്റെ നീളത്തോട് ഒരു മുഴം കൂട്ടുവാൻ നിങ്ങളിൽ ആർക്ക് കഴിയും? സ്തോത്ര എന്ന് കാണുവാൻ സാധിക്കുന്നു. വയലിലെ താമരയെ നോക്കും, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ഈ കാര്യങ്ങളെ പറ്റിയൊക്കെ ആകുലപ്പെടുന്നത്, വിചാരപ്പെടുന്ന ജാതികളത്രേ. കാരണം എന്താ? നമുക്ക് ഒരു കർത്താവുണ്ട് നമ്മുടെ ഭാരത്തെ പറയുക. ജാതികൾക്ക് അതില്ല. പക്ഷേ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അതുകൊണ്ടാണ് പറയുന്നത്, ഈ വക കാര്യം ഒക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നുവല്ലോ. പിതാവ് അറിയുന്നുണ്ട് നമുക്ക് എന്തൊക്കെ ആവശ്യമാണ്. നമ്മുടെ ഇന്നലകളെ അറിയുന്ന, നമ്മുടെ ഇന്ന് അറിയുന്ന, നമ്മുടെ നാളെ അറിയുന്ന ഒരു കർത്താവ്. നമുക്ക് ഈ നിമിഷം വരെ മാത്രമേ നമ്മെ അറിയാവൂ, നമ്മളെ ഏതൊക്കെ അവസ്ഥയെ കാണുന്നു. പക്ഷേ അടുത്ത നിമിഷം നാം എന്തായി തീരുമെന്ന്, നമുക്ക് എന്തൊക്കെ ആവശ്യമെന്നും അറിയുന്ന ഒരു കർത്താവ് ഉണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ പ്രിയ ദൈവമക്കളെ, നമ്മുടെ ഭാരം മാറട്ടെ. സ്തോത്ര. ചിലപ്പോൾ നിന്റെ ശരീരത്തിൽ കടന്നു വന്ന ചില രോഗങ്ങളായിരിക്കാം, ചില വേദനകളായിരിക്കാം നിന്നെ അലട്ടുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഈ പകൽക്കാലം അത് മാറട്ടെ. എന്റെ കർത്താവ് അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും വരികയില്ല. സ്തോത്രം. ഹല്ലേലൂയ. ചില രോഗലക്ഷണങ്ങൾ നിന്നെ ഭാരപ്പെടുത്തുന്നുണ്ടായിരിക്കാം. ഞാൻ രോഗിയായി തീർന്നു പോകുമോ, ഞാൻ കിടപ്പിലായി തീരുമോ, ഞാൻ മറ്റുള്ളവർക്കൊരു ബാധ്യതയായി തീരുമോ എന്നൊക്കെ ഓർത്ത് നീ ആകുലപ്പെടുന്ന വ്യക്തിയായിരിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. നാളെ കുറിച്ചുള്ള ആകുലതകൾ നിന്നെ ഞെരിക്കുമ്പോ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, നിന്റെ ഭാരത്തെ ചുമന്ന ഒരു കർത്താവുണ്ട്. ആ കർത്താവിന്റെ മേൽ ഇട്ടുകൊള്ളുക. ഹല്ലേലൂയ. യേശുവിന്റെ രക്തത്താൽ നിനക്ക് സൗഖ്യമുണ്ട്. യേശുവിന്റെ രക്തത്താൽ നിനക്ക് വിടുതലുണ്ട്. ഹല്ലേലൂയ. ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? നിന്നെ അലട്ടുന്ന ഭാരം എന്താണ്? ആരോട് പറയാൻ കഴിയാതെ, നിനക്ക് ജീവിതത്തിൽ സന്തോഷിക്കുവാൻ കഴിയാതെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് സമാധാനം അനുഭവിക്കുവാൻ കഴിയാതെ, നിങ്ങളുടെ കുടുംബത്തിനോടൊപ്പം സന്തോഷിക്കുവാൻ കഴിയാതെ നിന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഏതാണ് ഭാരപ്പെടുത്തുന്ന വിഷയം? ആ വിഷയത്തിൽ നിന്ന് കർത്താവിന്റെ മേൽ ഇറക്കി വയ്ക്കേ. ഹല്ലേലൂയ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അതിന്റെ മേൽ ഒരു സമാധാനം നമുക്ക് കർത്താവിന്റെ മേൽ ഇറക്കി വെക്കുവാൻ കഴിയണമെങ്കിൽ നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ദൈവവചനത്തെ ദിനംതോറും വായിക്കുവാനായിട്ട് ഇടയായി തീർന്ന, ദൈവവചനത്തെ ധൈര്യപ്പെടുവാനായിട്ട് ഇടയായി തീർണമെന്ന് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നു. ദൈവത്തിന്റെ വചനം നമ്മെ ആശ്വസിപ്പിക്കുന്നതാ, കഷ്ടതയെ നമ്മെ ജീവിപ്പിക്കുന്നത് ദൈവത്തിന്റെ വചനമാക്കുന്നു. ആ ദൈവത്തിന്റെ വചന നാം ദിനംതോറും ഭക്ഷിക്കുവാൻ
ഗ്രഹിക്കുവാനായിട്ട് ഇടയായി തീരുമ്പോ ദിനം തോറും നമ്മുടെ ജീവിതത്തിലേക്ക് അത് എന്ത് ചെയ്യുന്നു, അതിലെ ജീവിതത്തിലേക്ക് നാം സ്വീകരിക്കുവാനായിട്ട് ഇടയായി തീരുമ്പോ പ്രിയ ദൈവമക്കളെ, നാം ഭാരപ്പെടുന്ന എല്ലാ വിഷയത്തിന്റെ മറുപടി ആ വചനത്തിൽ നിന്ന് നമ്മോട് വെളിപ്പെടുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം, ഹല്ലേലൂയ. ഭാരം കൊണ്ടുവരുന്നത് ജഡമാണ്. സ്തോത്രം, ഹല്ലേലൂയ. പക്ഷെ ഇവിടെ വചനത്തിൽ കാണുവാൻ സാധിക്കും നമ്മുടെ ഭാരത്തെ മാറ്റുന്ന ഒരു കർത്താവ് നമുക്ക് ഉണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് വചനത്തിൽ പറയുന്നു, സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ ഈ മഹത്വത്തോടെ തന്റെ ധനത്തിനത്തോടെ ക്രിസ്തു യേശുവിൽ തീർത്തു തരുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ഹല്ലേലൂയ. ഇന്ന് ഭാരങ്ങൾ ചിലരെന്ന് വിട്ടുമാറുകയാ. ഭാരങ്ങൾ വിട്ടവരായി ഫ്രീ ആക്കി ദൈവം ചിലരുടെ മൈൻഡുകളെ ഈ പൽക്കാലം ദൈവം തീർക്കാൻ പോകുക. സ്തോത്രം. ചില ഭാരങ്ങളെ ദൈവം എടുത്തു മാറ്റും. ഹല്ലേലൂയ, സ്തോത്ര. ഭാരപ്പെടുന്ന വിഷയത്തെ ദൈവം തൊടുവാനായിട്ട് ഇടയത്തിരും. പുതിയ അപ്ഡേഷനുകൾ ദൈവം ചെയ്യുവാനായിട്ട് ഇടയത്തിരും. വിശ്വസിക്കുക. സ്തോത്ര, ഹല്ലേലൂയ. ഭാരം ചുമന്ന് നടക്കാനല്ല കർത്താവ് നിന്നെ വിളിച്ചത്. ഹല്ലേലൂയ. കർത്താവിന്റെ കരം നിന്നെ തൊടുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ഈ പകൽക്കാലം വിശ്വസിക്കുക. സ്തോത്രം, ഹല്ലേലൂയ. ജഡം എപ്പോഴും പറയും, ഈ കടഭാരത്തിൽ നിന്ന് എനിക്കൊരു വിടുതലില്ല, ഈ രോഗത്തിൽ നിന്ന് നിനക്കൊരു വിടുതലില്ല, ഈ രോഗലക്ഷണം വലിയ രോഗത്തിന്റെയാണ്. ഇങ്ങനെ പല നെഗറ്റീവുകളും നമ്മുടെ ഉള്ളിൽ കൊണ്ടിട്ട് നമ്മെ ഭാരപ്പെടുത്തി നമ്മെ അതിനകത്ത് നിരാശപ്പെടുത്തി കളയുമ്പോ ഇവിടെ നമുക്ക് എന്ത് ചെയ്യുന്നു? ദൈവത്തിന്റെ വചനത്തെ നാം ദിനം തോറും ഭക്ഷിക്കുവാൻ, നമ്മെ ആശ്വസിപ്പിക്കുന്ന, നമ്മെ ബലപ്പെടുത്തുന്ന, നമ്മെ ധൈര്യപ്പെടുത്തുന്ന, നമ്മെ ജീവിപ്പിക്കുന്ന ദൈവത്തിന്റെ വചനത്തിൽ നാം ജീവിക്കുവാനായിട്ട് ഇടയത്തരും. അതിനെ വായിക്കണം, അതിനെ ധ്യാനിക്കുക. അപ്പൊ നമ്മുടെ സന്ധികളിന്മേൽ, നമ്മുടെ അസ്ഥികളിന്മേലേക്ക് അത് ജീവൻ നാം പോലും അറിയാതെ അത് വ്യാപരിക്കുവാനായിട്ട് ഇടയത്തരും. നമ്മുടെ ഭാരം അതിനകത്ത് താർന്നു പോകുവാനായിട്ട് ഇടയത്തരും. എനിക്കൊരു കർത്താവുണ്ട്, എന്റെ കർത്താവ് അറിയാതെ എന്റെ ജീവിതത്തിനകത്ത് ഒന്നും വരികയില്ല എന്നൊരു ഉറപ്പ് നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടുക. ഈ വചനം നമ്മോട് സംസാരിക്കുവാനായിട്ട് ഇടയത്തില്ല. ഈ വചനത്തിന്റെ ശക്തി, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിനകത്ത്, ഹല്ലേലൂയ, വലിയ ദൈവ പ്രവൃത്തിക്ക് കാരണമായി തീരുക. നിന്റെ രോഗത്തിൽ നിന്ന് ഒരു വിടുതലായിട്ട്, നിന്റെ ഭാരത്തിൽ നിന്ന്, ഹല്ലേലൂയ, കടഭാരത്തിൽ നിന്ന്, സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്ന്, നിന്റെ തലമുറയുടെ വിഷയത്തിനകത്തൊന്നൊക്കെയോ ഒരു വിടുതൽ. കാരണം എല്ലാ വിഷയത്തിന്റെ പരിഹാരം നമ്മുടെ കരത്തിലിരിക്കുന്ന ദൈവവചനത്തിലുണ്ട്. ഈ വചനത്തിനകത്ത് പറയാത്ത ഒരു കാര്യം നമ്മുടെ ജീവിതത്തിലില്ല. പ്രിയതേ മക്കളെ, ഏതു വിഷയത്തിന്റെ പരിഹാരം ഈ ദൈവവചനത്തിനകത്തുണ്ട്. ഈ വചനം നമ്മോട് സംസാരിക്കും. ഹല്ലേലൂയ. അവിടെ നമുക്ക് ആശ്വാസം കണ്ടെത്തുവാനായിട്ട് ഇടയായിത്തീരാം. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ, നാം ഈ ദൈവവചനമാക്കുന്ന വെളിച്ചം നമ്മളിലേക്ക് വ്യാപരിക്കുമ്പോൾ, ഇരുളിരിക്കുമ്പോഴാണ് നമുക്ക് ഭാരങ്ങൾ കടന്നു വരുന്നത്. നമ്മൾ ഒറ്റയാണ്, നമുക്ക് ആകുലത കടന്നു വരുന്നത്. എന്റെ ഭാരത്തെ ഇറക്കി വയ്ക്കുവാൻ ആരുമില്ല, എന്റെ ഭാരത്തെ ചുമക്കുവാൻ ആരുമില്ല. ഇങ്ങനെയൊക്കെയുള്ള ആകുലതകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു. പക്ഷേ ഈ ദൈവത്തിന്റെ വചനം നമ്മുടെ ഉള്ളിലേക്ക് വ്യാപരിക്കുമ്പോ, ക്രിസ്തുവിന്റെ ജീവൻ നമ്മളിലേക്ക് വ്യാപരിക്കുമ്പോ, ക്രിസ്തുവിന്റെ വെളിച്ചം നമ്മളിലേക്ക് വ്യാപരിക്കുവാനായിട്ട് ഇടയത്തിരുമ്പോ, ഇരുളിന്റെ മണ്ഡലങ്ങൾ ഓടി മാറുവാനായിട്ട് ഇടയത്തിര, നാം ഫ്രീ ആയി തീരുവാനായിട്ട് ഇടയത്തിരും. അങ്ങനെ ഈ പകൽക്കാലം ദൈവവചനത്തിൽ ഒന്ന് ധൈര്യപ്പെടുക. സ്തോത്ര. കർത്താവ് പറഞ്ഞു, നാൾതോറും നിന്റെ ഭാരത്തെ ചുമക്കുന്ന ഒരു യേശു കർത്താവ് ഉണ്ട്. ഹല്ലേലൂയ. ആ വചനത്തിൽ അങ്ങ് ധൈര്യപ്പെടുക. ആ വചനത്തിൽ ഈ പകൽക്കാലം ശക്തി പ്രാപിക്കുവാനായിട്ട് ഇടയായി തീരുക. അവിടെയാ നമുക്ക് വിടുതൽ പ്രാപിക്കുവാനായിട്ട് ഇടയായി തീരുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. അതെ, നമ്മുടെ എല്ലാ ഉത്കണ്ഠകളാ നമ്മുടെ പ്രാർത്ഥനാ റൂമിനകത്ത് ഒന്ന് ഞാൻ പറയുവാനായിട്ട് ഇടയായി തീർന്നു. നാം വചനത്തെ വായിച്ച് ദിനത്തോറും അത് ധ്യാനിക്കുവാനായിട്ട് ഇടയത്തീരണം. രണ്ടാം നമുക്ക് കാണുവാൻ സാധിക്കുന്ന നമ്മുടെ എല്ലാ ഉത്കണ്ഠകളെയും പ്രാർത്ഥനയിൽ ദൈവത്തോട് അറിയിക്കണം എന്നാണ് പൗലോസ് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒന്നിനെ കുറിച്ച് വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ കർത്താവിനോട് അറിയിക്കത്രേ വേണ്ടത്. ഹല്ലേലൂയ. നമ്മുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടു കൂടെ ആ കർത്താവിന്റെ മുമ്പിൽ ഇറക്കി വെക്കണം. ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഒന്ന് വിട്ടുകൊടുക്കുവാനായിട്ട് ഇടയായി തീരണം. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ നാം ഫ്രീ ആകുവാനായിട്ട് ഇടയായി തീരാം. അങ്ങനെയൊക്കെ ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഈ പകൽക്കാലം ഒന്ന് വിട്ടുകൊടുക്കാമോ? നമ്മുടെ ഭാരത്തെ ചുമക്കുന്ന ഒരു കർത്താവുണ്ട്, നന്മ വെളിപ്പെടുത്തി തരുന്ന ഒരു കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. പ്രിയ
ദൈവ പൈതലേ, നീ ഭാരം ചുമന്ന് നടക്കണ്ട. നിന്റെ ഭാരത്തെ കർത്താവ് കാൽവരി ക്രൂശിൽ വഹിച്ചു. ഹല്ലേലൂയ. ആ കർത്താവ് നിനക്ക് ജയം തരുവാനായിട്ട് ഇടയായിത്തീര. നീ തകർന്നു പോകുവാൻ കർത്താവ് അനുവദിക്കത്തില്ല. നിന്റെ ഉയർച്ചകളെ എണ്ണുന്ന ഒരു കർത്താവ്, നിന്റെ വേദനകളെ അറിയുന്ന ഒരു കർത്താവ്, നീ അനുഭവിക്കുന്ന വിഷയത്തിന്റെ ഭാരത്തെ അതിൻ്റെതായ രീതിയിൽ അറിയുന്ന ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ, മനുഷ്യർക്കാർക്കും നമ്മുടെ ഭാരം, നാം അനുഭവിക്കുന്ന വിഷയത്തിന്റെ ഭാരം എന്തെന്ന് അറിയത്തില്ല. പക്ഷെ നമ്മുടെ ഭാരത്തെ അറിയുന്ന ഒരേ ഒരാളെന്ന് പറയുന്നത് നമ്മുടെ യേശു കർത്താവ്, നമ്മുടെ ഭാരത്തെ ചുമന്ന കർത്താവിന് മാത്രമാണ്. ഹല്ലേലൂയ. കാൽവരി ക്രൂശിൽ കിടക്കുമ്പോഴും ആ യേശു കർത്താവ്, ഹല്ലേലൂയ, നമ്മുടെ ഭാരത്തെ തീർക്കുവാനാ, വെമ്പൽ കൊള്ളുവാനായിട്ട് ഇടയായി തീർന്നത്. സ്തോത്രം. താനെല്ലാം പൂർത്തീകരിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഞാൻ നിങ്ങൾ ഭാരം ചുമക്കാതെ ഇരിക്കുന്നതിന് വേണ്ടേ. അങ്ങനെക്ക് സ്തോത്രം. നിന്റെ ഭാരം ആരുടെ മേൽ ഇറക്കി വെക്കുമെന്നുള്ള ആകുലതയോട് ഈ പകൽക്കാലം നടക്കാതെ നിന്റെ ഭാരം ഇറക്കി വയ്ക്കുവാ നമുക്കൊരു കർത്താവുണ്ട്. സ്തോത്രം. ആ കർത്താവിന്റെ മേൽ നിന്റെ ഭാരത്തെ ഒന്ന് ഇറക്കി വയ്ക്കേ. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ, അധ്വാനിക്കുന്നൊരു ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവേ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. നമ്മെ ആശ്വസിപ്പിക്കുവാൻ കഴിയുന്ന ഒരു യേശു കർത്താവുണ്ട്. നമ്മുടെ കർത്താവിനെ പോലെ ആശ്വസിപ്പിക്കാൻ കഴിയുന്ന മറ്റാരും ഇല്ല. സ്തോത്രം. ഹല്ലേലൂയ. അധ്വാനിക്കുന്നവരെ ചേർത്തണയ്ക്കുന്ന, അധ്വാനിക്കുന്നവരെ ഭാരപ്പെടുന്നവരെ ഹല്ലേലൂയ ചേർത്തണയ്ക്കുന്ന ഒരു യേശു കർത്താവ് ഉണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ആ കർത്താവ് നമുക്ക് വഴികാട്ടിയായിരിക്കും. ആ കർത്താവ് നമ്മെ വഴി നടത്തുവാനായിട്ട് ഇടയായിത്തീരാം. അങ്ങനെയൊക്കെ ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഈ പകൽക്കാലം ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? നിന്റെ ഭാരത്തെ കർത്താവ് ഇന്ന് എടുത്തു മാറ്റുകയാ. ഹല്ലേലൂയ. നീ ഭാരപ്പെടുന്ന വിഷയത്തെ കർത്താവ് ഇന്ന് തൊടുവാനായിട്ട് ഇടയായിത്തീരാ. അതിനെ നന്മകൾ നിറയ്ക്കുവാനായിട്ട് ഇടയായിത്തീരാ. നിന്റെ ഭാരത്തെ വിട്ട്, ഹല്ലേലൂയ, നാളുകളായിട്ടായിരിക്കാം നീ ചിലപ്പോൾ ദൈവിക സമാധാനം നിനക്ക് അനുഭവിക്കുവാൻ കഴിയുന്നില്ലായിരിക്കാം. നീ വിഷയത്തിനകത്ത് വളരെയധികം ആകുലപ്പെടുന്ന വ്യക്തിയായിരിക്കാം. പക്ഷേ ഇന്ന് ഈ വചനം കേൾക്കുമ്പോ ഒരു ദൈവിക സമാധാനം കർത്താവ് നിന്റെ ഹൃദയത്തെ ഇന്ന് തൊടുവാനായിട്ട് ഇടയായിത്തീരാ. എന്തെന്നറിയാത്തൊരു ദൈവിക സമാധാനം, ഹല്ലേലൂയ, ദൈവിക സന്തോഷം, ദൈവത്തിന്റെ സ്വസ്ഥത, ഹല്ലേലൂയ, നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുവാനായിട്ട് ഇടയായിത്തീരാ. നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നു, ഭാരപ്പെട്ട 12 വർഷമായിട്ട് രക്തസ്രാവമായിരുന്ന സ്ത്രീ, ഹല്ലേലൂയ, അവൾ വളരെയധികം ഭാരപ്പെടി, അവൾ പരവശിയായി തീർന്നിരിക്കുക. പക്ഷേ അവിടെ മേൽ സ്തോത്രം, ഹല്ലേലൂയ, യേശു കർത്താവിന്റെ ശക്തി പുറപ്പെടുവാനായിട്ട് ഇടയായി തീർന്നപ്പോ അവൾ ഭാരം മാറി അവൾ സ്വസ്ഥത പ്രാപിക്കുവാനായിട്ട് ഇടയായി തീർന്നുവെക്കേ. ഈ പകൽക്കാലം നിന്നെ ഭാരപ്പെടുത്തുന്ന വർഷങ്ങളായി മാസങ്ങളായിട്ട് നിന്നെ ഭാരപ്പെടുത്തി ആകുലപ്പെടുത്തി നിന്നെ ഒന്നിനും കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് പലതിനകത്ത് ഒതുക്കി വയ്ക്കുമ്പോ ഈ പകൽക്കാലം നിന്റെ ഭാരത്തെ എടുത്തു മാറ്റുന്ന ഒരു കർത്താവുണ്ട്. നിന്റെ ഭാരത്തെ ചുമന്ന ഒരു കർത്താവുണ്ട്. ആ കർത്താവ് വിളിക്കുക, നീ എന്റെ അരികിൽ വാ, നിന്റെ ഭാരത്തെ എന്റെ മേൽ വച്ച് തരിക. ഹല്ലേലൂയ. ഒരു മനുഷ്യനും പറയുകയില്ല നിന്റെ ഭാരത്തെ എന്റെ മേൽ വെച്ച് തരാന്ന്. ഹല്ലേലൂയ. അതെ, നമ്മുടെ യാത്രയുടെ മധ്യത്തെ നാം ഭാരം ചുമന്ന് നടക്കുമ്പോൾ അല്പനിമിഷമൊക്കെയും നമ്മെ ഒന്ന് ആരെങ്കിലും സഹായിച്ചെന്നിരിക്കാം. പക്ഷെ വീണ്ടും ആ ഭാരത്തെ നമ്മുടെ മേൽ തരുവാനായിട്ട് ഇടയത്തരും. പക്ഷെ നീ കർത്താവിന്റെ മേൽ നിന്റെ ഭാരത്തെ ഇറക്കി വെച്ചാ തിരിച്ച് കർത്താവ് നിന്റെ മേൽ വച്ച് തരികയില്ല. കാരണം ആ ഭാരപ്പെട്ട വിഷയത്തിനകത്ത് മറുപടി കർത്താവ് കാൽവരി ക്രൂശിൽ നിനക്ക് വേണ്ടി തന്നു. സ്തോത്രം. പ്രാപിച്ചെടുക്കുക, വിശ്വാസത്തോടെ പ്രാപിച്ചെടുക്കുക എന്ന ഉത്തരവാദിത്വം കർത്താവ് എന്റെ നിങ്ങളുടെ മേൽ ഏൽപ്പിച്ചതാണ്. സ്തോത്ര. നാം അനാഥരല്ല. സ്തോത്രം. ഹല്ലേലൂയ. നമുക്കൊരു കർത്താവുണ്ട്, നമുക്കൊരു ഉടയവനുണ്ട്, നമുക്കൊരു പിതാവുണ്ട്, നമുക്ക് വേണ്ടി സകലതും നിർവഹിച്ചു തരുന്ന. നമുക്കറിയാം, ഒരു പിതാവിന്റെ കരത്തിൽ പിടിച്ചു നടക്കുന്ന, ഇല്ലെങ്കിൽ ഒരു കുഞ്ഞിനോട് ചോദിച്ചാൽ ആ കുഞ്ഞ് നാളെ ഫീസ് എങ്ങനെ അടയ്ക്കും, ഇല്ലെങ്കിൽ നാളത്തെ കാര്യം എങ്ങനെ ആയിരിക്കുമെന്ന് വിചാരപ്പെട്ട് ആ കുഞ്ഞ് ഭാരപ്പെട്ടിരിക്കല്ല. കാരണം എന്താ? ആ കുഞ്ഞിനൊരു തിരിച്ചറിവുണ്ട്. എന്റെ എല്ലാ കാര്യങ്ങളെ നോക്കി നടത്തുവാൻ കഴിയുന്ന ഒരു പിതാവുണ്ട്. ആ പിതാവിന്റെ തണലിലാണ് ഞാൻ ആയിരിക്കുന്നെന്നുള്ള ഒരു തിരിച്ചറിവ്, ആ ഒരു ഉത്ബോധമാണ് കുഞ്ഞിനെ ധൈര്യപ്പെടുത്തുവാനായിട്ട് ഇടയായി തീരുന്നത്. അങ്ങനെക്ക് പ്രിയ ദൈവ പൈതലേ, നിന്റെ സകല വിഷയത്തിനെ ഏറ്റെടുക്കുന്ന, നിന്റെ നാളത്തെ കുറിച്ച് അറിഞ്ഞ് നിന്റെ നാളത്തേക്ക് വേണ്ടി ഏറ്റവും നല്ലതെന്ന് കരുതി വച്ചിരിക്കുന്ന ഒരു കർത്താവ് നിന്റെ കൂടെ ഉണ്ട്. സ്തോത്ര. ഈ പൽക്കാലം ചിലരുടെ ഭാരങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറട്ടെ, ചില ആകുലതകൾ മാറട്ടെ, ചില വിചാരങ്ങൾ മാറട്ടെ, നാളെ കുറിച്ചുള്ള ചിന്താകുലങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. നീ ഫ്രീ ആകുക. സ്തോത്രം. ഹല്ലേലൂയ. നിനക്കൊരു കർത്താവുണ്ട്, നിനക്കൊരു പിതാവുണ്ട്. സ്തോത്രം.
ആ ഉത്തമമായിട്ടുള്ള ഒരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം. ആശ്വാസം പ്രാപിക്കുവാൻ കഴിയുന്ന, ആശ്വാസം തരുവാൻ കഴിയുന്ന ഒരു കർത്താവുണ്ട്. പ്രാർത്ഥനയോട് കൂടി ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുക. സ്തോത്രം. ഹല്ലേലൂയ. ആ കർത്താവിൽ നിന്ന് നമുക്ക് ആശ്വാസം ലഭിക്കുവാനായിട്ടിടയത്തില്ല, സമാധാനം ലഭിക്കുവാനായിട്ടിടയത്തില്ല. അങ്ങനെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. നാൾ തോറും നമ്മുടെ ഭാരത്തെ ചുമക്കുന്ന ഒരു കർത്താവുണ്ട്. എത്ര പേർക്ക് സന്തോഷിക്കുവാൻ കഴിയുന്നുണ്ട്, എത്ര പേർക്ക് ധൈര്യപ്പെടുവാനായിട്ട് കഴിയുന്നുണ്ട്. ആ കർത്താവിന്റെ പ്രത്യേകതയെ പറ്റി പറയുന്നുണ്ട്. ഹല്ലേലൂയ. നാൾ തോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന ദൈവം. ഹല്ലേലൂയ. അതേ, സ്തോത്രം. ഹല്ലേലൂയ. ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. സ്തോത്രം. ആ കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവം നമുക്ക് ഉദാഹരണം കൊണ്ട് ദൈവമാക്കുന്നു. മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കൽ കർത്താവ് യഹോവയ്ക്കുള്ളതാകുന്നു. ഇങ്ങനെയുള്ള തുടർന്നുള്ള ഒത്തിരി ഭാഗങ്ങളിൽ ആശ്വസിപ്പിക്കുന്ന വചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ആകുലതകളും നമ്മുടെ ഭാരങ്ങളും ഒക്കെയും നമുക്ക് ഇറക്കി വയ്ക്കുവാൻ ഒരു കർത്താവുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അനേകം പേർക്ക് ആ ഭാരത്തെ ഇറക്കി വയ്ക്കുവാൻ ആരുമില്ലാതെ ഭാരപ്പെടുമ്പോൾ നമ്മുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ഭാരത്തെ ഇറക്കി വയ്ക്കുക, നമ്മുടെ ഭാരത്തെ ചുമന്ന ഹല്ലേലൂയ ഒരു യേശു കർത്താവ് ഉണ്ട്. സ്തോത്രം. വീണ്ടും നീ ഭാരമാണെന്ന് പറഞ്ഞ് നടക്കണ്ട. നമുക്ക് കർത്താവിന്റെ വചനം കേൾക്കുമ്പോൾ, കർത്താവിന്റെ അടുക്കിലൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് ധൈര്യപ്പെടാനായിട്ട് കഴിയും. പക്ഷേ വീണ്ടും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? അല്പസമയം കഴിയുമ്പോൾ നാം പലവിധ കാര്യങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ നാം പോലും അറിയാതെ ഈ വിഷയം പൊങ്ങി വരുന്നതിന് കാരണം ദൈവവചനത്തിൽ നമുക്ക് ഉറയ്ക്കുവാൻ കഴിയാത്താണ്. നമ്മോട് കൂടെ ഉള്ളത് ആരാണെന്നുള്ള ഒരു ഉത്തമമായ ബോധ്യം നമ്മുടെ മേൽ വെളിപ്പെട്ടു വരാത്തതുകൊണ്ടാണ്. പ്രിയ ദൈവമക്കളെ, വീണ്ടും ആ ഭാരത്തെ കടന്നു വരും. നീ കർത്താവിന്റെ മേൽ ഒരു വിഷയത്തെ ഇറക്കി വച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വിഷയത്തെ നീ വീണ്ടും നിന്റെ തലമേൽ എടുത്തു വയ്ക്കണ്ട. നീ ഫ്രീ ആകുവാനായിട്ട് ഇടയായി തീർണം. നാം ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഒരു ചുമട്ട് തൊഴിലാളി പണ്ടൊക്കെ നമുക്കറിയാം, അവർ യാത്രയുടെ മധ്യത്തിൽ അവർക്ക് ഒന്ന് അല്പം റെസ്റ്റ് എടുക്കാനായിട്ട് അതിൻ്റെ മേലൊക്കെ ഇങ്ങനെ അവരുടെ ചുമടുകളെ ഇങ്ങനെ ഇറക്കി വയ്ക്കാറുണ്ട്. അവരല്പം വെള്ളം കുടിച്ചില്ലെങ്കിൽ ക്ഷീണം കഴിഞ്ഞിട്ട് അവരെന്ത് ചെയ്യുന്നു? വീണ്ടും ആ ചുമടിനെ അവരെ തലമേലെടുത്ത് വച്ചിട്ട് അവർ മുന്നോട്ട് പോകും. ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിനകത്ത് സംഭവിക്കുന്നത്. നാം എന്ത് ചെയ്യുന്നു? അല്പസമയം കർത്താവിന്റെ വചനം വായിക്കുവാനിരിക്കുമ്പോൾ, ധ്യാനിക്കുവാനിരിക്കും, നമ്മുടെ ചുമട് ഇറക്കി വെക്കും. വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ എടുത്തുകൊണ്ട് തന്നെയാണ് പോകുന്നത്. പക്ഷേ ഞാൻ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ കർത്താവിന്റെ മേൽ ഒരു വിഷയത്തെ ഇറക്കി വച്ചു കഴിഞ്ഞാൽ അതിന് പരിഹാരം തരാൻ കർത്താവ് ഉണ്ട്. ഹല്ലേലൂയ. അത് നീ ചുമക്കണ്ട, അത് നീ എടുക്കണ്ട, ആ വിഷയത്തെ പറ്റി നീ ആകുലപ്പെടണ്ട. സ്തോത്രം. നീ ഫ്രീ ആക്കുക. സ്തോത്രം. നിനക്കൊരു ഉറപ്പുണ്ട്, ഞാൻ കർത്താവിന്റെ മേൽ എന്റെ വിഷയത്തെ ഇറക്കി വെച്ചത്, എന്റെ വിഷയത്തിന് പരിഹാരം തരാൻ കഴിയുന്ന കർത്താവിന്റെ മേലാണ് ഞാൻ എന്റെ വിഷയത്തെ ഇറക്കി വെച്ചതെന്നുള്ള ഉത്തമമായ ബോധ്യം നിനക്കുണ്ടെങ്കിൽ നീ ആ വിഷയത്തെ പറ്റി ആകുലപ്പെടണ്ട. തക്ക സമയത്ത് കർത്താവിന്റെ മറുപടി തരും. കർത്താവ് അതിന്റെ പ്രതിഫലം നിന്റെ ജീവിതത്തിൽ തരും. അതുകൊണ്ട് വചനത്തിൽ കാണുവാൻ സാധിക്കുന്നത്, ഹല്ലേലൂയ, നീ അവൻ നിന്നെ കരുതുന്ന നിന്റെ സകല ചിന്താകുലം അവന്റെ മേൽ ഇട്ടുകൊടുക്കാൻ പറഞ്ഞു. അപ്പൊ തക്ക സമയത്ത് ഇതിനെ ഉയർത്തേണ്ടതിന് ദൈവത്തിന്റെ ബലമുള്ള കൈക്ക് താണിരിക്കുക. സ്തോത്രം. നാം ദൈവത്തിന്റെ സന്നി താണിരുന്നാൽ മതി. കർത്താവിന്റെ കരത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തിട്ട് അങ്ങനെയൊക്കെ ചിന്തകൾ മാറട്ടെ, നിന്നെ അലട്ടുന്ന ഭാരങ്ങൾ മാറട്ടെ. സ്തോത്രം. ഈ ഭാരം നമ്മെ ഒത്തിരി തകർച്ചയിലേക്ക്, നിരാശയിലേക്കും വീഴ്ചയിലേക്കും ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുവാനായിട്ട് ഇടയത്തിനും. അതുകൊണ്ട് ശത്രു ഇതൊരു ഭാരമായിട്ട് നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്നു. അങ്ങനെ ഈ പകൽക്കാലം പറയണ, എന്റെ ഭാരത്തെ ചുമന്ന ഒരു കർത്താവുണ്ട്. ആ കർത്താവിന്റെ മേൽ ഞാൻ എന്റെ ഭാരത്തെ വച്ചു കൊടുത്തിട്ടുണ്ട്. ഈ വിഷയം എനിക്കിനി ഒരു ഭാരമില്ല. കാരണം പ്രിയ ദൈവമക്കളെ, ഞാൻ പറഞ്ഞല്ലോ, നാം നമ്മുടെ തലമുറയെക്കുറിച്ച്, നമ്മുടെ കുടുംബത്തെക്കുറിച്ച് ആകുലപ്പെടുന്നതിനെ കുറിച്ച്, വിചാരപ്പെടുന്നതിനേക്കാൾ നമ്മെക്കുറിച്ച് വിചാരപ്പെടുന്ന, ആകുലപ്പെടുന്ന ഒരു കർത്താവ് ഉണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ആ കർത്താവിന് ഇല്ലാത്ത ഉത്തരവാദിത്വം നമ്മളെക്കുറിച്ച്, നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് വേണ്ട. കാരണം നമ്മുടെ പ്രാണന്റെ ഉടയവൻ കർത്താവത്രേ, നമ്മുടെ ജീവിതത്തിന്റെ ഉടയവൻ യേശു കർത്താവത്രേ. നമുക്കൊരു ഉടയവനുണ്ട്. ഹല്ലേലൂയ. നാം കർത്താവിന്റെ മക്കളാണ്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ പുത്രനാ യേശു കർത്താവ്. ആ പുത്രന്റെ മക്കളാണ് ഞാനും നിങ്ങളും. ഹല്ലേലൂയ. മക്കൾ എന്തെങ്കിലും വിഷയത്തിനകത്ത് ഭാരപ്പെടുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം കർത്താവിനാണ്. അങ്ങനെ ഒരു വെളിപ്പാടിലേക്ക്, ആ ഒരു വചനത്തിലേക്കാണ്. അതുകൊണ്ടാണ് പത്രോസിനോട് യേശു കർത്താവ് പറഞ്ഞത്, സ്തോത്രം, നീ കടലിലേക്ക്, നീ ചൂണ്ടലെടുത്തുകൊണ്ട് കടലിലേക്ക് പോയിട്ട് ആ മത്സ്യത്തിന്റെ വായ്ക്കകത്ത് കിട്ടുന്ന മത്സ്യത്തിന്റെ വായ്ക്കകത്ത് നോക്ക്, അതിലൊരു ചതുർദ്രമാർപ്പണമുണ്ട്.
സമുദ്രത്തിന്റെ ആഴത്തട്ടിൽ കിടന്ന മത്സ്യത്തിന്റെ വായ്ക്കകത്ത് ചതുദ്രമർപ്പണം ഉണ്ടെന്ന് അറിഞ്ഞ യേശു കർത്താവ ഉള്ളത്. ആ ചതുദ്രമർപ്പണമുള്ള മത്സ്യത്തെ പത്രോസിന്റെ കരത്തിലേക്ക് കൊടുക്കുവാൻ തക്കവണ ദൈവം ഇടയാക്കി തീർത്തുമെങ്കിൽ നിന്റെ വിഷയത്തിന്റെ മറുപടി എത്ര ആഴത്തിൽ കിടക്കുന്നുവെന്ന്, ആഴത്തിൽ കിടക്കുന്ന വിഷയത്തിന്റെ മറുപടിയെ എപ്പോൾ പുറത്തു കൊണ്ടുവരണമെന്ന് നീ മറ്റുള്ളവരുടെ മുമ്പാകെ ഒരു ഇടർച്ചയായി തീരുവാൻ അനുവദിക്കാത്ത ഒരു കർത്താവ് നിനക്കൊണ്ട്, നീ നിന്റെ വിഷയത്തെ കുറിച്ച് ആകുലപ്പെടുന്നതിനെക്കാളും നിന്റെ വിഷയത്തെ എങ്ങനെ പൂർത്തീകരിക്കാം, ഇതിനകത്ത് നിന്റെ തല എങ്ങനെ ഉയർത്താം, ഈ വിഷയത്തിനകത്തുനിന്ന് എങ്ങനെ നിന്നെ പുറത്തു കൊണ്ടുവരാമെന്ന് പദ്ധതി ഒരുക്കി വച്ചിരിക്കുന്ന ഒരു കർത്താവുണ്ട്. ആ പദ്ധതിയിലേക്ക് നാം ഒന്ന് നിൽക്കുക, ആ കർത്താവിന്റെ കരത്തിൽ ഇറക്കി വയ്ക്കുക. നാം ഒരു അപ്പന്റെ കീഴിലാണെന്നുള്ള അപ്പന്റെ കയ്യിലോ കീഴിലോ ഒന്ന് നമ്മൾ താണിരുന്ന് കൊടുക്കുക. സ്തോത്രം. നീ ഭാരപ്പെടാൻ ദൈവം അനുവദിക്കത്തില്ല. അങ്ങനെ ഈ പൽക്കാലം ഞാൻ പറയട്ടെ, നിന്റെ ഭാരത്തെ ചുമന്ന ഒരു കർത്താവുണ്ട്. നീ കുലുങ്ങുവാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്നെ പുലർത്തുന്ന ഒരു കർത്താവുണ്ട്. അങ്ങനെ ആ കർത്താവിന്റെ കരങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുക. നാൾ തോറും നമ്മുടെ ഭാരത്തെ ചുമക്കുന്ന, നന്മകളായി നിറയ്ക്കുന്ന ഒരു യേശു കർത്താവുണ്ട്. ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മുടെ ഭാരങ്ങളെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് ഫ്രീ ആകാം. ദൈവിക സമാധാനം, ദൈവിക സന്തോഷം. പ്രിയ ദൈവമക്കളെ, എന്നെ നിങ്ങളെ കുറിച്ചുള്ള ഒരു ദൈവിക പദ്ധതിയുണ്ട്. സ്തോത്ര. അതിലേക്ക് ഞങ്ങൾ നടക്കുക, നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മുടെ ഇഷ്ടങ്ങൾ, നമ്മുടെ ഇച്ഛകൾക്കും അപ്പുറമായിട്ട് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ ഇഷ്ടം നമ്മുടെ ജീവിതത്തിൽ നിറവേറണമേ എന്നുള്ള ഒരു ആഗ്രഹത്തോടെ, അതിനായിട്ടുള്ള ഒരു കൃപ നൽകണമേ എന്നുള്ള ഒരു പ്രാർത്ഥനയോടെ നമ്മുടെ സകല ഭാരത്തെയും കർത്താവിന്റെ മേൽ വച്ചു കൊടുത്തിട്ട് നമുക്ക് യാത്ര തുടരാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആമേൻ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ശബ്ദം ശ്രവിക്കുന്ന നമ്മുടെ ജനത്തെ ദൈവകരങ്ങൾ ഏൽപ്പിച്ചു തരുന്നോപ്പാ. ഇവർ പലവിധ വിഷയത്തിനകത്ത് ഭാരപ്പെടുന്നവരാ. ഈ പകൽക്കാലം ഞങ്ങളുടെ ഭാരത്തെ ചുമന്ന ഒരു കർത്താവ്, നിന്റെ ഭാരം യഹോവയുടെ മേൽ വച്ചു കൊള്ളുക. അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാൾ സമ്മതിക്കത്തില്ല. ഭാരത്തോടെ ഇരിക്കുന്ന കടഭാരമായിരിക്കാം അവരെ വിഷമിപ്പിക്കുന്നത്. സഭാസ്തോത്ര. രോഗമെന്ന ഭാരമായിരിക്കാം, കുടുംബജീവിതത്തെക്കുറിച്ചുള്ള, തലമുറയെക്കുറിച്ചുള്ള പലവിധ ഭാരങ്ങൾ അലട്ടുന്നവരായിരിക്കാം ഈ ശബ്ദം കേൾക്കുന്നത്. അങ്ങനെ കർത്താവരുടെ ഭാരങ്ങൾ ഈ പകൽക്കാലം വിട്ടൊഴിയട്ടെ കർത്താവേ. അവരെ ആശ്വസിപ്പിക്കുന്ന, അവരെ സമാധാനിപ്പിക്കുന്ന, ആ വിഷയത്തിനകത്ത് ഒരു വിടുതൽ കൊടുക്കുവാൻ കഴിയുന്ന, നാൾ തോറും ഭാരം ചുമക്കുന്ന സർവശക്തിന്റെ കരം, ഹല്ലേലൂയ, യേശുവിന്റെ നാമത്തിൽ അവരുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടട്ടെ. അവരെ അലട്ടുന്ന ഭാരങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. സാമ്പത്തിക ഭാരങ്ങൾ മാറട്ടെ, കടഭാരങ്ങൾ മാറട്ടെ, രോഗത്തിന്റെ ഭാരങ്ങൾ മാറട്ടെ. ഞാൻ മറ്റുള്ളവർക്ക് ഒരു ഭാരമായി തീരുമോ എന്നുള്ള ആകുലതകൾ യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. ജനം ഫ്രീ ആകട്ടെ. അപ്പൊ സ്വാതന്ത്ര്യം അനുഭവിക്കട്ടെ, ദൈവിക സമാധാനം അനുഭവിക്കട്ടെ. അങ്ങോട്ട് ജനത്തെ ദൈവകരങ്ങൾ ഏൽപ്പിച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയായിട്ട് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്ര മഹത്വം അങ്ങേക്കായി തരുന്നു. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.